സുഖം, ശാന്തം, ഒരു പ്രശ്നമില്ല. അപ്പം എന്താ വഴി? ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കാം. വിഷമവും സന്തോഷം മാത്രം. അപ്പം എന്തെല്ലോ വഴി? പരമാവധി സത്സംഗത്തിന് ശ്രമിക്കുക, പരമാവധി ഭക്തി വർദ്ധിപ്പിക്കുക, പരമാവധി ജ്ഞാനം വർദ്ധിപ്പിക്കുക. അങ്ങനെ വരുമ്പം മനസ്സിലെ മാലിന്യമൊക്കെ പോകും, ഉറപ്പായിട്ടും പോകും. എങ്ങനെയത് പോവുക? ചിന്തിക്കൂ. അതായത് ഭാഗവതം പറയുന്നൊരു ഉദാഹരണമുണ്ട്. മദ്യപിച്ച് ബോധം കെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊന്നും അഴിഞ്ഞു പോകുന്നത് അറിയാത്തതുപോലെ. അതാണ് വാസസച്ച വസ്ത്രമാണ്. മദിരാമദന്ധ, മദിര കൊണ്ട് മദ്യം കൊണ്ട് ബോധം കേട്ടവരോട് അങ്ങനെ സംഭവിക്കുന്നില്ലേ? അതുപോലെ. അപ്പം ദേവഭൂതി അന്ന് അമ്മ ചോദിക്കുകയാണ്, എന്താണ് ഭക്തി, എങ്ങനെയാണ് ഭക്തി? അപ്പോൾ ഭക്തിയെക്കുറിച്ച് ഇനി പറയുന്നുണ്ട്, ആ സമയത്ത് വിശദമായിട്ട് കേൾക്കാം. ഇതിൽ തന്നെ പറയും അല്പം കഴിഞ്ഞാൽ. 26 പറയുന്നത് സാഖ്യയോഗം. സാഖ്യം, പ്രകൃതി മുതലായ വിഷയങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ പഞ്ചീകരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഒക്കെ വളരെ സങ്കീർണമാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ പറയാതെ നിർത്തിയില്ല, സമയം അനുവദിക്കില്ല. പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 28 അഷ്ടാംഗ യോഗം എന്നൊരു വിഷയമാണ്. അധ്യായം 28 നോക്കാം. അവിടെ അഷ്ടാംഗ യോഗം എന്നൊരു വിഷയമാണ് പറഞ്ഞു വരുന്നത്. എന്താ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങളോട് കൂടി ചേർന്നിട്ടുള്ള യോഗം ആണ്. അത് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന യോഗ എന്ന വാക്കുകൊണ്ട് പറയുന്ന വിഷയമല്ല. അഥവാ അതാണെങ്കിൽ തന്നെ അത് ഈ 8 ഒന്ന് വായിക്കാം. എന്താ യമം നിയമം പറയുന്നു? ഗ്രാമ്യധർമ്മ നിവൃത്തി, മോക്ഷധർമ്മരതി. നിസ്സാരമായ ശാഠ്യങ്ങളും അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ മതിയെന്ന് തോന്നാം. ഗ്രാമം എന്ന് പറഞ്ഞ വാക്കിന് വേറൊരു അർത്ഥമുണ്ട്, ഇന്ദ്രിയം, ഇന്ദ്രിയ ഗ്രാമം. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷമാവുന്ന കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കാം. അത് കാണണം, ഇത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടുന്നില്ലേ, ആ ഓട്ടം കുറച്ച് കുറയ്ക്കാം. ഒന്ന്, മോക്ഷധർമ്മരതി, ഭഗവാനോട് താല്പര്യം ഉണ്ടായിരിക്കുക. മിതമേധ്യാദനം, മിതവും മേധ്യവുമായ ഭക്ഷണം, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. ശുദ്ധമായ ഭക്ഷണം, അമേധ്യമല്ലാത്ത മേധ്യമായ ഭക്ഷണം. എന്താ അമേധ്യം? അമേധ്യം എന്നുള്ള വാക്കിന് ശുദ്ധമല്ലാത്തതിൻ്റെ അർത്ഥമുണ്ട്. യാഗത്തിന് കൊള്ള മാനസികവുമായിട്ടുള്ള അടക്കമാണ്, അച്ചടക്കമാണ് യമനിയമങ്ങൾ. അത് നരസിംഹമൂർത്തി ഇരുന്ന ആസനം സിംഹാസനം. രാജാസനം എന്ന് പറഞ്ഞ അർത്ഥം രാജാവിൻ്റെ ഇരിപ്പിടം. പത്മാസനം എന്ന് പറഞ്ഞാലോ ഒരു പ്രത്യേകമായ രീതിയിൽ ഇരിക്കുന്നത്. ഇവിടെ കുറേ പേര് നിലത്തിരിക്കുന്നു, അവിടെ കുറേ ആൾ കസേരയിലിരിക്കുന്നു. ആര് കേൾക്കുന്നതാ ഹേമം? പറയാൻ പറ്റുമോ? കസേരൊക്കെ എപ്പോഴാണ് കസേരൊക്കെ ഉണ്ടായത്? നിലത്തിരിക്കണം എന്നൊക്കെ ചാടി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരിക്കലും ഒരു സ്വാമിജി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ, അപ്പോൾ അതിലേക്ക് ഒരാൾ വന്നു, കുറേ പേര് കസേര ഇരിക്കും.